കുമ്പിടി അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 15ാമത് കുമ്പിടി ദേശവിളക്കുത്സവം ശനിയാഴ്ച നടക്കുമെന്ന് കുമ്പിടിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അയ്യപ്പ സേവാ സമിതി ഭാരവാഹികൾ അറിയിച്ചു. വിളക്കിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമം, മേളം, കുടിവെപ്പ്, അന്നദാനം, വൈകിട്ട് പന്നിയൂർ വരാഹമൂർത്തി ഭൂമിദേവി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. 16 വർഷങ്ങൾക്ക് മുമ്പ് UP ശ്രീധരൻ നായരുടെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ ഒരു വലിയൊരു കൂട്ടായ്മക്ക് തുടക്കം കുറിച്ചതാണ്. കുമ്പിടി അയ്യപ്പ സേവാ സമിതി എന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് 16 വർഷം മുമ്പ് ഞങ്ങളിവിടെ ഇത്തരത്തിലുള്ള ജാതി മത ചിന്തകൾക്ക് അതീതമായി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ട് ഇവിടുത്തെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിലൊരു അയ്യപ്പ വിളക്ക് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. വളരെ ചെറിയ രൂപത്തിൽ തുടങ്ങി വെച്ച ഇന്നത് ഈ കുമ്പിടി അയ്യപ്പ സേവാ സമിതിയുടെ അയ്യപ്പ വിളക്ക് എന്ന് പറഞ്ഞാൽ ഈ ആനക്കര പഞ്ചായത്തിലും മറ്റ് ഇതര പ്രദേശങ്ങളിലൊക്കെ വളരെ സ്വാധീനം ചെലുത്തുന്ന, വളരെയധികം ആളുകളുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുന്ന രൂപത്തിലുള്ള ഒരു പരിപാടിയാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ അന്നദാനം എന്ന് പറയുന്നതാണ്. അത് ഒരു 5000-6000 പേർക്കുള്ള അന്നദാനങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട് എല്ലാ വർഷവും. അത് ഓരോ വർഷവും കൂടി പോകാറുണ്ട്. അതിന് ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെയും വളരെ ഒരു സ്വാധീനം, ഒരു സഹകരണവും എല്ലാ കാര്യത്തിലും ആളുകളെ കൊണ്ടും അതേപോലെ ഇതിന്റെ തത്വമസി കാലടി വാസു വെളിച്ചപ്പാടും സംഘവുമാണ് വിളക്ക് പാർട്ടി. രാത്രിയിൽ ഭജന, ഇരട്ട തായമ്പക, വിളക്ക് പാർട്ടി, പാൽക്കുടം എഴുന്നള്ളിപ്പ്, വെട്ടും തടവും, കനൽച്ചാട്ടം, ആഴിപൂജ എന്നിവയോടെ സമാപനമാകും. 4 മണിക്ക് പാലക്കൊമ്പ് ഈ പന്തലിൽ നിന്നും പുറപ്പെട്ട് പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ഭൂമിദേവി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് ഏകദേശം 7 മണിയോടുകൂടി വിളക്ക് പന്തലിൽ എത്തിച്ചേരും. അതിനുശേഷം മറ്റുള്ള തായമ്പക, മറ്റുള്ള പരിപാടികളെല്ലാം, വിളക്കിനോടനുബന്ധിച്ചുള്ള എല്ലാ പരിപാടികളും, ഭജന ഉണ്ട്. അതുപോലെ തന്നെ ഈ വിളക്കിനോടനുബന്ധിച്ച് നടക്കുന്ന ഇരട്ട തായമ്പക, ഇരട്ട തിരുവിച്ചിൽ, മറ്റ് കനൽച്ചാട്ടം തുടങ്ങി എല്ലാ വിവിധ പരിപാടികളോടുകൂടി ഈ വിളക്ക് മറ്റന്നാൾ ഞായറാഴ്ച കാലത്ത് ഈ വിളക്ക് സമാപനം കുറിക്കും. 5000-ലധികം പേർക്ക് അന്നദാനവും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് UP ശ്രീധരൻ നായർ, സെക്രട്ടറി PM അബ്ദുൽ കരീം, KR ശശിധരൻ, K ശശീന്ദ്രൻ, P ഉണ്ണികൃഷ്ണൻ, C സുരേഷ്, VP മോഹനൻ, UP ഹരിനന്ദൻ, രമേശ് ബാബു, സുകുമാരൻ, അമൃത എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ് എടപ്പാൾ. NCV ന്യൂസ് തൃത്താല. എടപ്പാൾ, തൃപ്രയാർ, ചാവക്കാട്, പുത്തനത്താണി.